ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് കായംകുളം കീരിക്കാട് മേഖലയിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി CPIM ഏരിയ കമ്മിറ്റി അംഗം കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. ബാലസംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കലാജാഥയ്ക്ക് കീരിക്കാട് മേഖലയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. വടക്കൻ മേഖലാ സ്വീകരണം കളീക്കൽ വെച്ചും തെക്കൻ മേഖലാ സ്വീകരണം പടിക്കാത്തറയിൽ വെച്ചും നടന്നു. നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്ത സ്വീകരണ പരിപാടി CPM ഏരിയ കമ്മിറ്റി അംഗം കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബീന ജയകുമാർ, പത്മാഷൻ, റിജുല നാസർ, വി സുദേവൻ, S ഷംസ്, ഹുസൈൻ കളീക്കൽ, അജി മംഗലത്ത്, റഷീദ് തെക്കടത്ത്, സജീർ എന്നിവർ പങ്കെടുത്തു. G വേണു, ശ്രീലേഖ പ്രബുദ്ധൻ, ഫർസാന, രശ്മി സാബിദ് എന്നിവർ നേതൃത്വം നൽകി. വേനൽത്തുമ്പി കലാജാഥ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കായംകുളം ഏരിയയിലും കഴിഞ്ഞ 21 ആരംഭിച്ച വേനൽത്തുമ്പി കലാജാഥ ഇന്ന് 5-ാം ദിവസം കീരിക്കാട് മേഖലയിലെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. രണ്ടാമത്തെ പരിപാടിയിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 21ഓളം തുമ്പികൾ കഴിഞ്ഞ ഒരാഴ്ചയായി കായംകുളത്തെ തൻവീർ സ്കൂളിൽ വെച്ചുള്ള പരിശീലനത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച 3 നാടകങ്ങളും 3 നൃത്തശില്പങ്ങളുമായി നമ്മളിവിടെ അവരെ പരിശീലിപ്പിച്ച് സംസ്ഥാനത്തുടനീളം നടക്കുന്ന ഈ പര്യടനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കായംകുളത്തും ഇന്ന് 5-ാം ദിവസം ഇവിടെ എത്തിയിരിക്കുന്നത്. കീരിക്കാട് മേഖലയിൽ നിന്ന് തന്നെ 2 കുട്ടികൾ തുമ്പികളായി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റെല്ലാ മേഖലകളിലെയും പോലെ തന്നെ കീരിക്കാട് അതിൽ നിന്നും കൂടുതൽ വ്യത്യസ്തതയോടെ കീരിക്കാട് മേഖലയിൽ കൂടുതൽ കുട്ടികളെയും മറ്റുള്ള പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായി തന്നെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ വേനലവധി കാലത്ത് കുട്ടികളുടെ സർഗവാസന ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ വേനൽത്തുമ്പി കലാജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ ജനാധിപത്യ ബോധവും അതുപോലെ തന്നെ സാഹോദര്യവും മതേതരത്വമൊക്കെ വളർത്തിയെടുക്കാൻ കഴിയുന്ന നിലയിൽ, നല്ല നിലയിൽ കുട്ടികളുടെ ഇടയിൽ ഐക്യം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു കലാപരിപാടിയായിട്ട് ഈ വേനൽത്തുമ്പിയുടെ കലാജാഥ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ തുമ്പികളിൽ ഞങ്ങളുടെ കീരിക്കാട് മേഖലയിൽ നിന്ന് സിയാദിൻ്റെ 2 മക്കൾ, ഒന്ന് ഫർസാനയും അതുപോലെ തന്നെ മുഹമ്മദ് റാഫി ഉൾപ്പെടെയുള്ള കുട്ടികൾ ഈ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കുള്ളത്. കഥവിരിയും വഴികളിലൂടെ നിളയൊഴുകുമ്പോൾ മലയാള നഭസ്സിൽ മഴവിൽ കുടനിവരുമ്പോൾ